ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് വലിയൊരു റെസിപ്പി എന്നൊന്നും പറയാനില്ല, എന്നാലും ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 6 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡൊന്നും ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 6 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇതുപോലൊരു തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും തൂകി കൊടുക്കാം നെയ്യ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണമാക്കി വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എടുക്കാം. ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം, ടോസ്റ്റ് ചെയ്തെടുക്കണം. അത് അധികം കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് തൂകിക്കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരണം കേട്ടോ. രണ്ട് സൈഡും ഇതുപോലെ ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, ഞാനിത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, തൂകിക്കൊടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ ഒരു പീസ് ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കവർ പാലാണെങ്കിലും നമ്മുടെ നാടൻ പാലാണെങ്കിലും ഏതാണെങ്കിലും സാരമില്ല, പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ പീസ് ബ്രെഡും അങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. നെയ്യ് തൂക്കി കൊടുക്കാം. അടുത്ത പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, തൂകിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കണം. പാലൊഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ്.
കുറച്ച് ക്രിസ്പിനെസ്സും കുറച്ച് സോഫ്റ്റും ഒക്കെ ആയിട്ട് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് തേന് തൂക്കി കൊടുക്കണം. ഇതിനും കൂടെ തേന് തൂക്കി കൊടുക്കാം. നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ബ്രെഡും കൂടി ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തേന് ഇതിനൊഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പാലിൻ്റെയും തേനിൻ്റെയും മറ്റേ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ ഒരു മധുരവും പൊരിച്ചെടുത്ത ബ്രെഡിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്. കണ്ടോ കണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. Thank you.